വിൽ ഇന്ത്യ പ്ലേ വിത്ത് സഞ്ജു സാംസൺ ഓർ നോട്ട്? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. തിലക് വർമ്മ അല്ലെങ്കിൽ അഭിഷേക് ശർമ്മ ഇവർ രണ്ടുപേരും ടോപ്പ് ഓർഡർ ഫ്ലോപ്പ് ആയപ്പോൾ ഒരു റൈറ്റ് ഹാൻഡറെ കൊണ്ടുവരണം എന്നുള്ള പ്ലാൻ ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. ആ റൈറ്റ് ഹാൻഡറെ കൊണ്ടുവരാനുള്ള പ്ലാൻ കൃത്യമായാൽ അവിടെ സഞ്ജു സാംസൺ കളിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അല്ലെങ്കിൽ സഞ്ജു വി സാംസണ് ഇതൊരു വലിയ അവസരമാണ്. കാരണം മലയാളി എന്ന നിലയിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ലോകകപ്പ് പോലുള്ള വേദിയിൽ പണ്ട് എസ് ശ്രീശാന്ത് ഓസ്ട്രേലിയക്കെതിരെ എറിഞ്ഞു മാറിയതും എസ് ശ്രീശാന്ത് ഇന്ത്യക്ക് വേണ്ടി ഫൈനലിൽ കളിച്ച 2 ടൂർണമെന്റുകളെല്ലാം നമുക്ക് ഓർമ്മയാണ്. ഈ 2 ടൂർണമെന്റ് ഇന്ത്യ കപ്പടിച്ചു എന്നുള്ളത് മലയാളിക്ക് ഒരുപാട് ശ്രേഷ്ഠത കൊണ്ടുവരുന്നുണ്ട്. 1983 വേൾഡ് കപ്പ് അടിക്കുമ്പോഴും 2007 വേൾഡ് കപ്പ് അടിക്കുമ്പോഴും 2011 വേൾഡ് കപ്പ് അടിക്കുമ്പോഴും 2024 വീണ്ടും വേൾഡ് കപ്പ് അടിക്കുമ്പോഴും ഇന്ത്യക്കൊരു മലയാളി ഉണ്ടായിരുന്നു എന്നുള്ളത് ഏതൊരു മലയാളിക്കും അഭിമാനകരമായ നിമിഷമാണ്. സോ ഈ ഒരു അഭിമാനം നിലനിർത്താൻ സഞ്ജു വി സാംസണ് കളിച്ചുകൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ്. കാരണം 2024 T20 വേൾഡ് കപ്പ് നമ്മൾ അടിച്ചപ്പോൾ അന്ന് സഞ്ജു വി സാംസൺ ടീമിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇനിയും ആ ഒരു പ്രക്രിയ തുടരാൻ അല്ലെങ്കിൽ ടീമിന്റെ ഒപ്പം കളിച്ച് കപ്പ് നേടുവാൻ സഞ്ജു വി സാംസണ് സാധിക്കുമോ ഇല്ലയോ? കാത്തിരിക്കാം. അവസരം കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. കാരണം സഞ്ജു അത്രയും 2013 മുതൽ അല്ലെങ്കിൽ ഒരു 2012 മുതൽ ലൈം ലൈറ്റിൽ വരുവാനായി ഒരുപാട് കഷ്ടപ്പെടുന്ന താരമാണ്.